മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് CPM കേന്ദ്ര കമ്മിറ്റിയിലില്ല എന്ന സൂചന. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, നേരത്തെ പോളിറ്റ് ബ്യൂറോയിലേക്ക് KK ശൈലജയെ കെട്ടതുപോലെ മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണോ? സ്മൃതി, പുതിയ നേതൃത്വത്തെ തീരുമാനിക്കാനുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ഇതിൽ ഇതുവരെ സജീവമായി പറഞ്ഞു കേട്ടിരുന്ന 2 പേരുകൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസാണ്, മറ്റൊന്ന് PK ബിജുവാണ്. 3 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനാണ്, 2 പുത്തലത്ത് ദിനേശനാണ്, 3 അപ്രതീക്ഷിതമായി KS സലീഖ കൂടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉള്ള ആളുകളുടെ കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. വിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം അരുൺകുമാർ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രതിനിധി അരുൺകുമാർ, പാർട്ടി സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന SFIയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന അരുൺകുമാർ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം മറിയം ദാവ്ളെ, മഹിളാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റായ മറിയം ദാവ്ളെ, അശോക് ദാവ്ളയുടെ ജീവിത പങ്കാളിയായ മറിയം ദാവ്ളയും പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റിയായിരുന്ന U വാസുകി പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ജിതേന്ദ്ര ചൗധരി, ത്രിപുരയിലെ പ്രതിപക്ഷ നേതാവായ ജിതേന്ദ്ര ചൗധരി, ഈ 5 പേരുടെ കാര്യത്തിൽ ഇവർ എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി. അപ്രതീക്ഷിതമായി ഒരാൾ കൂടി വരും എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത് കേരളത്തിൽ നിന്ന് KK ശൈലജയുടെ പേര് 6ാമതായി പരിഗണിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. സ്മൃതി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റഷീദ് നൽകിക്കൊണ്ടിരിക്കുന്നത്. PBയിൽ 7 പുതിയ നേതാക്കൾ എത്തുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഹീസ്, ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രാജസ്ഥാനിൽ നിന്നും അമ്ര റാം, തമിഴ്നാട്ടിൽ നിന്ന് U വാസുകി, മഹാരാഷ്ട്രയിൽ നിന്ന് മറിയം ധാവ്ലെ, വിജു കൃഷ്ണൻ, ത്രിപുരയിൽ നിന്ന് ശ്രീദീപ് ഭട്ടാചാര്യ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നതുകൂടി കാണേണ്ടതല്ലേ? സ്മൃതി, ഫൈനൽ PB ലിസ്റ്റ് വരുമ്പോൾ അമ്ര റാമിൻ്റെ പേര് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ബാക്കി നേരത്തെ പറഞ്ഞു കേട്ട എല്ലാ ആളുകളും പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉണ്ട്. അത് ശ്രീദീപ് ഭട്ടാചാര്യയുടെ പേരും അവസാനമായി വന്ന, അതായത് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയാവുന്ന ലിസ്റ്റിലില്ല. 6 പേരാണ് പുതുതായി PBയിലേക്ക് വരിക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമായിരുന്നു 7 പേർ പ്രായപരിധിയുടെ പേരിൽ PBയിൽ നിന്ന് മാറേണ്ടത്. പിണറായി വിജയന് പ്രത്യേകമായി കഴിഞ്ഞ തവണ കൊടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ബാക്കി 6 പേരാണ് PBയിൽ നിന്ന് മാറുക. അതിൽ പ്രകാശ് കാരാട്ടുണ്ട്, വൃന്ദ കാരാട്ടുണ്ട്, സൂര്യകാന്ത് മിശ്രയുണ്ട്, സുഭാഷിണി അലി അടക്കമുള്ള G രാമകൃഷ്ണൻ അടക്കമുള്ള 6 പേരാണ്. ഈ 6 പേർക്ക് പകരം 6 പേർ വരും. അതിൽ 5 പേരുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു കൺഫർമേഷൻ നമുക്ക് നൽകാൻ കഴിയും. 6ാമതായി അപ്രതീക്ഷിതമായി KK ശൈലജ വരാനുള്ളൊരു സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്നാണ് അവിടെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലുള്ള നമ്മളുമായി വിവരങ്ങൾ പങ്കുവെക്കുന്ന ആളിൽ നിന്ന് KK ശൈലജ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ബാക്കി 5 പേരുടെ കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ P.A. മുഹമ്മദ് റിയാസ് വരും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച പേരാണ്. സാധ്യതാ പട്ടികയിൽ ഒരിടത്തും കാണാത്ത പേരാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന KS സലീഖയുടെ പേര്. KS സലീഖയും വന്നു എന്ന കാര്യത്തിൽ ഒരു ഏതാണ്ട് ഉറപ്പ്. LDF കൺവീനറായ TP രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് വരും എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു വ്യക്തതയുണ്ടായിരുന്നു. LDF കൺവീനർമാർ സാധാരണ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ വരും എന്ന ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും സീനിയറായ ഒരു സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ കൂടി TP രാമകൃഷ്ണൻ വരുമെന്ന സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത നടന്നിരിക്കുന്നു. പുത്തലത്ത് ദിനേശനാണ് വന്ന മറ്റൊരാൾ. പാർട്ടി സെൻറ്റർ കേന്ദ്രീകരിച്ച്, അതായത് സംസ്ഥാനത്തെ AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് ഏറ്റവും പ്രത്യേകിച്ച് MV ഗോവിന്ദനൊപ്പം പാർട്ടി സെൻറ്റർ ചലിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ കൂടി പുത്തലത്ത് ദിനേശൻ വരും. ഇവിടെ പ്രസീഡിയത്തിലും സംസ്ഥാനത്ത് നിന്നുണ്ടായിരുന്ന മണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പുത്തലത്ത് ദിനേശൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പുത്തലത്ത് ദിനേശൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൽപ്പിച്ചിരുന്നത്. പുത്തലത്ത് ദിനേശനും വന്നു എന്ന് മനസ്സിലാക്കുന്നു. നമുക്കിനി അറിയേണ്ട ഏറ്റവും നിർണായക ഒരു കാര്യം, തുടക്കത്തിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരും എന്ന് പറഞ്ഞു കേട്ടിരുന്ന KK ശൈലജ, അതിനുശേഷം ഇന്നലത്തെ PBക്ക് ശേഷം KK ശൈലജയുടെ പേര് വരില്ല എന്ന തരത്തിലാണ്. അത് കേരളത്തിന് അധികമായി PBയിലേക്ക് പ്രാതിനിധ്യമില്ല. നിലവിലുള്ള
നിലവിലുള്ള പിണറായി വിജയനും MA ബേബിയും A വിജയരാഘവനും MV ഗോവിന്ദനും മാത്രം മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നതായിരുന്നു മനസ്സിലാക്കിയത്. പക്ഷേ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് KK ശൈലജയുടെ പേര് കൂടി സജീവമായി പരിഗണിക്കുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ചരിത്രമായിരിക്കും. പക്ഷേ അക്കാര്യത്തിൽ നമുക്കൊരു മാറും അല്ലേ? സ്വാഭാവികമായും നിലവിൽ സുഭാഷിണി അലിയും വൃന്ദ കാരാട്ടും മാത്രമായിരുന്നു PBയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് മറിയം ദാവ്ലയും U വാസുകിയും ഉണ്ട് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിന് പുറമെ ഒരാൾ കൂടി വരികയാണെങ്കിൽ PBയിൽ വനിതകളുടെ പ്രാതിനിധ്യം കൂടുന്നു എന്ന സ്മൃതി പറഞ്ഞ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അല്പസമയത്തിനകം അക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണോ റഹീസ്? അതുകൂടി നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായത്. വളരെ വേഗത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുമോ എന്ന് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ പേര് ചർച്ചകളിലുടനീളം ഉയർന്നു വന്നിരുന്നു. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് വന്ന 3 പേർ എന്ന വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ 3 പേർ TP രാമകൃഷ്ണനും KS അലീഗയും പുത്തലത്ത് ദിനേശനുമാണ്. സ്വാഭാവികമായും കേരളത്തിന് മറ്റ് ഒഴിവുകളില്ല. 3 ഒഴിവുകൾ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിനുള്ളത്. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒഴിവുണ്ട്, ഒപ്പം PK ശ്രീമതിയുടെ ഒഴിവുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, KS അലീഗ വരുന്നുണ്ടെങ്കിൽ PK ശ്രീമതിക്ക് ഇളവില്ലായിരിക്കും. അത്തരമൊരു സാധ്യതകൾ കൂടി ഇതിനകത്ത് കാണണം. അതല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതാവായി മാത്രം മറ്റോ PK ശ്രീമതിയെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിർത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന കാര്യം അറിയണം. കാരണം PK ശ്രീമതിക്ക് ഇളവ് നൽകുകയാണെങ്കിൽ അതിനൊപ്പം KS അലീഗയെ കൂടി കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്കുണ്ട്. ഇപ്പോൾ ചായ കുടിക്കുന്നതിന് ടീ ബ്രേക്കിന് വേണ്ടി കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് പിരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ 3 പേർ പുത്തലത്ത് ദിനേശനും KS അലീഗയും ഒപ്പം TP രാമകൃഷ്ണനും ആകുമ്പോൾ അതിൽ PK ബിജുവും ഒപ്പം PA മുഹമ്മദ് റിയാസും ഉണ്ടാകില്ല എന്ന കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ചെന്ന് പറയാം. നിലവിൽ 16 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ളത്. കഴിഞ്ഞ തവണ CS സജാദ കൂടി വന്നപ്പോഴാണ് 16 ആയത്. 15 ആയിരുന്നു കേരളത്തിൻ്റെ കോട്ട. അതുകൊണ്ട് തന്നെ ഇത്തവണ 3 ഒഴിവിൽ 2 പേർ മാത്രമായിരിക്കും വരാൻ സാധ്യത. PK ശ്രീമതിക്ക് ഇളവുണ്ടെങ്കിൽ പിന്നെ ഒരാൾ മാത്രം വരാൻ സാധ്യത എന്നായിരുന്നു മനസ്സിലാക്കിയത്. പക്ഷേ അങ്ങനെയല്ല, പുതുതായി 3 പേർ വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ PK ശ്രീമതിക്ക് ഒന്നല്ലെങ്കിൽ ഇളവില്ല, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി, നിലവിൽ SRP പ്രത്യേക ക്ഷണിതാവാണ് PBയിലും കേന്ദ്ര കമ്മിറ്റിയിലും, അതുപോലെ പ്രത്യേക ക്ഷണിതാവായി മാത്രം നിൽക്കുകയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ 3 പേരാണെങ്കിൽ PA മുഹമ്മദ് റിയാസും PK ബിജുവും സജീവമായി പറഞ്ഞു കേട്ട 2 പേർ ഇല്ല എന്നേറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ശരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് മധുരയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.